ഹലോ, എല്ലാവർക്കും സൈഷ്മാസ് എഡ്യൂസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ 3rd ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ്. ഇവിടെ നമ്മൾ കുറച്ച് പീരിയോഡിക് ലോസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പീരിയോഡിക് ലോ ആണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. ഇതെന്താണ് പറയുന്നത്? ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ് ഓർ മാസ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് വെയ്റ്റ് അല്ലെങ്കിൽ അറ്റോമിക് മാസിൻ്റെ ബേസിസിലാണ് ഇവിടെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി. അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 8 വെർട്ടിക്കൽ കോളംസ് ആണ് പീരിയോഡിക് ടേബിളിനുള്ളത്. അതിനെ ഗ്രൂപ്പ്സ് എന്ന് പറയും. 6 horizontal rows are called series or periods. Significance of Mendeleev's periodic table or merits of periodic table എന്ന് പറയുന്നത് systematic study of an element, prediction of new elements and their properties, and correction of certain atomic mass. This is Mendeleev's periodic table. The defects of Mendeleev's periodic table is position of hydrogen, separation of chemically similar elements and grouping chemically dissimilar elements, and position of isotopes, position of lanthanides and actinoids. ഇതൊക്കെയാണ് മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പൊസിഷൻ അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. അത് ഫസ്റ്റ് ഓർ 7th ഗ്രൂപ്പിലാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് കെമിക്കലി സിമിലർ എലമെൻസിൻ്റെ സെപ്പറേഷൻ. കെമിക്കലി സിമിലർ എലമെൻറ്റ്സ് ആയിട്ടുള്ള കോപ്പർ, അതുപോലെ മെർക്കുറി, ഗോൾഡ്, പ്ലാറ്റിനം പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ അല്ലെങ്കിൽ മോസ്ലീസ് ലോ ഓഫ് പീരിയോഡിസിറ്റി. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ അവിടെ നോട്ട് ചെയ്യുക, അറ്റോമിക് നമ്പേഴ്സിൻ്റെ ബേസിസിലാണ് ഇവിടെ എലമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എലമെൻറ്റ്സ് ബ്ലോക്കിലോട്ട് ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻറ്റു ബ്ലോക്സ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. എസ്, പി, ഡി ആൻഡ് എഫ്. ഇവിടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന് those elements in which the last electron enters the s orbitals of the outermost shell is called s block elements. First, group 1 alkali metals and group 2 alkaline earth metals are the s block elements, and general electronic configuration of s block elements is ns1 to 2. Okay, next നമ്മൾ നോക്കുന്നത് p block elements. p block elements, those elements in which the last electron enters the p orbitals of the outermost shell. ഇവിടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17 ആൻഡ് ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 13 elements is the boron family and group 14 elements is carbon family. Group 15 is nitrogen family. Group 16 is oxygen family and group 17 halogen, and group 18 is a noble gas. General electronic configuration of p block elements is ns2 np1 to 6. Okay, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന d block elements ആണ്. those elements in which the last electrons enters the d orbitals of the penultimate shell. അപ്പോൾ d orbitals ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് വരുന്ന ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3rd to 12 ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നത്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n1, d1 to 10, ns1 to 2. Then f block elements, those elements in which the last electrons enters the f orbitals of the anti-penultimate shell. Okay, in this group the elements are lanthanides and actinoids, and general electronic configuration of f block elements is into f1 to
14 N-1 D0 to 1 NH2. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം, എസ് ബ്ലോക്ക് എലമെൻസിനെയും പി ബ്ലോക്ക് എലമെൻസിനെയും ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് എന്ന് പറയുമ്പോൾ the distance between the center of the nucleus and the outermost shell of electron is called atomic size. ഓക്കെ, അപ്പോൾ അറ്റോമിക് സൈസ് എങ്ങനെയാണ് പീരീഡ്സിലും ഗ്രൂപ്പിലും ഒക്കെ വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെയും പീരീഡ്സിൻ്റെയൊക്കെ കേസ് എടുക്കുമ്പോൾ എലോങ് എ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഇറ്റ്സ് ഇൻക്രീസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരീഡിലോട്ട് പോകുന്തോറും, അതായത് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുന്നതോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും, ഡൗൺ എ ഗ്രൂപ്പ് ആണെങ്കിൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ എ കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദ കറസ്പോണ്ടിങ് ആറ്റം? എന്തുകൊണ്ടാണ് കാറ്റയോൺസ് എപ്പോഴും കറസ്പോണ്ടിങ് ആറ്റത്തിൽ നിന്ന് സ്മോളർ ആയിട്ടിരിക്കാൻ കാരണം? ബിക്കോസ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ സച്ച് ദാറ്റ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഇൻക്രീസ്. സോ cation is always smaller than the corresponding atom. അതുപോലെ തന്നെ why an anion is always larger than the corresponding atom? There is an increase in the number of electrons after the addition of electron. അപ്പം ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും, ആ സമയത്ത് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് anion is always larger than the corresponding atom. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഐസോ ഇലക്ട്രോണിക് അയോൺസ്. ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്ന് പറയുമ്പോൾ അയൺസ് ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് അയോൺസ്. ഇവിടെ എക്സാമ്പിളായിട്ട് നോക്കാം, N3-, O2-, F-, Na+, Mg2+, Al3+, ഇതിനെല്ലാം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ദിസ് ഇസ് ഐസോ ഇലക്ട്രോണിക് അയോൺസ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇതിനെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. കാരണം ഇതെല്ലാം അയോൺസ് അല്ലേ വരുന്നത്. അപ്പോൾ N3- എടുത്താലും O2- എടുത്താലും F-, N+, Na+, Mg2+ ആൻഡ് Al3+ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയനൈസേഷൻ എൻതാൽപ്പി. വാട്ട് ഈസ് അയനൈസേഷൻ എൻതാൽപ്പി? Ionization enthalpy is the amount of energy required to remove the most loosely held electrons from a neutral gaseous atom is called ionization enthalpy or ionization energy. Okay, the successive ionization enthalpies are always higher than the first one because after the removal of the first electron, electrons are removed from positively charged ions which requires large amount of energy. So always higher than the first one. Next നമ്മൾ നോക്കുന്ന factors influencing ionization enthalpy or ionization energy. First factor is atomic size. Atomic size increases, ionization energy or ionization enthalpy is decreases. It is inversely proportional. Next factor is nuclear charge. Nuclear charge increases, ionization energy also increases. Next, shielding effect. Shielding effect, the more the number of inner electrons, lesser will be the ionization energy. Inner electrons in the number increase ചെയ്തു കഴിഞ്ഞാൽ ionization energy decrease ചെയ്യുവാണ് ചെയ്യുന്നത്. Okay, then electronic configuration. Electronic configuration, atom having half filled and completely filled orbitals have a higher value of ionization energy. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അയനൈസേഷൻ എനർജി അലോങ് എ പീരീഡ് ആൻഡ് ഗ്രൂപ്പ്. അലോങ് ദ പീരീഡ് അയനൈസേഷൻ എൻതാൽപ്പി ഓർ അയനൈസേഷൻ എനർജി ഇൻക്രീസ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് അയനൈസേഷൻ എനർജി ഡിക്രീസ്. ഇവിടെ നമുക്ക് അൺയൂഷ്വൽ വേരിയേഷൻ ഓഫ് അയനൈസേഷൻ എൻതാൽപ്പി അലോങ് എ പീരീഡ് നോക്കാം. അൺയൂഷ്വൽ വേരിയേഷൻ ഇവിടെ നമ്മൾ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അങ്ങനെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ദ റീസൺ ഫോർ ദ അൺയൂഷ്വൽ വേരിയേഷൻ, അവിടെ ഒരു വേരിയേഷൻ കാണുന്നുണ്ടല്ലോ. അൺയൂഷ്വൽ വേരിയേഷൻസ് ആർ ആസ് കമ്പയർഡ് ടു boron, beryllium has
ഫുള്ളി ഫിൽഡ് സബ്ഷെൽ. ഓക്കെ, ബെറീലിയത്തിന് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെൽസ് ആണുള്ളത്. അതുപോലെ ഓക്സിജനും നൈട്രജനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഹാസ് ദ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ they have an unusual ionization enthalpy along a period. Okay, next നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓർ ഇലക്ട്രോൺ ഗെയിൻ എനർജി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. Electron gain enthalpy is the amount of energy liberated during the addition of an electron to a neutral gaseous atom is called electron gain enthalpy. അതായത് നമ്മൾ ഗ്യാഷ്യസ് ന്യൂട്രൽ ആറ്റത്തിലോട്ട് ഈ ഒരു ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ലിബറേറ്റഡ്. ദ സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് ആർ ടു ബി സപ്ലൈഡ് ബിക്കോസ് ഓഫ് ദ റിപ്പൽഷൻ സഫേർഡ് ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റോമിക് സൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും, നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പി പോലെ തന്നെ. ന്യൂക്ലിയർ ചാർജും അതുപോലെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആറ്റം ഹാവിങ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് ഹൈ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റോമിക് സൈസ് കൂടുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ആയിട്ടുള്ള ഓർബിറ്റൽസിന് ഹൈ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമുക്ക് പീരിയഡ്സിലും ഗ്രൂപ്പ്സിലും എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കാം. അലോങ് എ പീരിയഡ് എ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് വൈൽ ഡൗൺ ദ ഗ്രൂപ്പ് ഇറ്റ് ഡിക്രീസസ്. ഓക്കെ, വിച്ച് ഹാസ് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതായത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്ലൂറിനാണോ ക്ലോറിനാണോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ? അതൊരു നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, അത് മിക്കവാറും എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഹാസ് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ബിക്കോസ് ക്ലോറിനാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ എന്ന് പറയുന്നത്. കാരണം എഫിന് നെഗറ്റീവ് വാല്യൂ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മോളർ സൈസാണ്, ഫ്ലൂറിന് സ്മോളർ സൈസാണ്. ആൻഡ് സപ്പോസ് ഇലക്ട്രോൺ റിപ്പൽഷൻ ഡ്യൂറിങ് ദ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോൺ റിപ്പൽഷൻ നടക്കുന്നു. പിന്നെ സൈസ് സ്മോൾ ആയതുകൊണ്ടാണ് ക്ലോറിനാണ് അവിടെ എന്താണ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ദ കപ്പാസിറ്റി ഓഫ് എൻ ആറ്റം ടു ബൈൻഡ് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ബോണ്ടഡ് പെയർ ഇലക്ട്രോൺസിലോട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആറ്റത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഫ്ലൂറിനാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടിയത് ക്ലോറിനാണ്. മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഫ്ലൂറിനാണ്. ഓക്കെ, നമ്മുടെ പോളിംഗ് സ്കെയിൽ വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 4 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അലോങ് ദ പീരീഡും ഗ്രൂപ്പിലും എങ്ങനെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വേരി ചെയ്യുന്നതെന്ന് നോക്കാം. Along the period, electronegativity increases and down the group it decreases. Okay. Next നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അനോമലസ് പ്രോപ്പർട്ടി ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ്. അപ്പോൾ അനോമലസ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എസ് ആൻഡ് പി ബ്ലോക്ക് ഡിഫേഴ്സ് കൺസിഡറബിളി ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് ദ അതർ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്. അതായത് സൈസ്, നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വേരിയേഷൻ ഉണ്ടാവാം. അപ്പം എന്തുകൊണ്ടാണ് അതിൻ്റെ ഈ ഒരു ഇതിനൊരു പ്രത്യേകത ഉള്ളത്? ബിക്കോസ് സ്മോൾ സൈസ്, പിന്നെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്, പിന്നെ ആബ്സെൻസ് ഓഫ് വാക്കിൻ്റെ ഡി ഓർബിറ്റൽസ് ഇൻ ദ ബാലൻസ് ഷെൽ. ഓക്കെ, ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡയഗണൽ റിലേഷൻഷിപ്പും നമ്മൾ എക്സാമിൻസിന് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സം എലമെൻറ്റ്സ് ഓഫ് ദ സെക്കൻഡ് പീരീഡ് ഷോ സിമിലാരിറ്റീസ് ഇൻ ദ പ്രോപ്പർട്ടീസ് വിത്ത് എലമെൻറ്റ്സ് ഓഫ് ദ തേർഡ് പീരീഡ് ഡയഗണലി ഓൺ ദ റൈറ്റ്. അതായത് നമ്മൾ റൈറ്റിലെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡയഗണൽ, ഒരു ചരിവ് പോലെ സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും എലമെൻറ്റ്സുകൾ തമ്മിൽ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, അങ്ങനെ ഫോർത്ത് ഗ്രൂപ്പും എടുത്തു, ഫോർ ഗ്രൂപ്പ്സ് എടുത്തു. അതുപോലെ തന്നെ
പീരീഡ്സ് സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും എടുത്തു. അപ്പോൾ നമ്മൾ ലിഥിയം സോഡിയമാണ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബെറീലിയം മെഗ്നീഷ്യം, മൂന്നാമത്തെ ഗ്രൂപ്പിൽ ബോറോൺ ആൻഡ് അലുമിനിയം, നാലാമത്തെ ഗ്രൂപ്പിൽ കാർബണും സിലിക്കണും. അപ്പോൾ ലിഥിയത്തിന് മെഗ്നീഷ്യമായിട്ട്, അതായത് സെക്കൻഡ് ഗ്രൂപ്പിലെ ലിഥിയത്തിന് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ലിഥിയത്തിന് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള മെഗ്നീഷ്യമായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡിലുള്ള ലിഥിയത്തിന് തേർഡ് പീരീഡിലുള്ള മെഗ്നീഷ്യമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് പീരീഡിലുള്ള ബെറീലിയത്തിന് തേർഡ് പീരീഡിലുള്ള അലുമിനിയമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ ബോറോണിന് സിലിക്കണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ സിമിലാരിറ്റി, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സിമിലർ ആയിരിക്കും. ലിഥിയത്തിന് മെഗ്നീഷ്യമായിട്ടും ബെറീലിയത്തിന് അലുമിനിയമായിട്ടും ബോറോണിന് സിലിക്കണുമായിട്ടും ഒരു പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന IUPAC നെയിം ഓഫ് എലമെൻറ്റ്സ് വിത്ത്, അതായത് നമ്മുടെ 100 താഴെയുള്ള അതായത് നമ്മൾ 100 വരെയുള്ള 100 വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ IUPAC നെയിം കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നെ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ടേബിൾ നമ്മൾ നോക്കുക, നമ്പേഴ്സ് എടുക്കുക. നമ്പർ എന്ന് പറയുമ്പം 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ, 0ക്കുള്ള നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നില്ല് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ആണെങ്കിൽ 1 ആണെങ്കിൽ UN, and 2 is bi, and 3 is tri, and 4 is quad, and 5 is pent, 6 is hex, 7 is sept, 8 is oct, and 9 എന്ന് പറയുന്നത് ENN അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 100ൽ കൂടുതലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ നോക്കാം. അറ്റോമിക് നമ്പർ 102 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് നെയിം എങ്ങനെയാണ് കൊടുക്കുന്നത്? 1 എന്ന് പറയുമ്പോൾ UN അല്ലേ, 1 എന്ന് പറയുമ്പോൾ ആണ്. അപ്പം 0 എന്ന് പറയുന്നത് നിൽ, 2 എന്ന് പറയുന്നത് ബൈ, അതിൻ്റെ കൂടെ ഒരു UM കൊടുക്കുക. അപ്പം നിൽ ബൈയം. അപ്പോൾ അതിൻ്റെ സിമ്പിൾ നമ്മൾ കൊടുക്കുമ്പം അതായത് 1ൻ്റെ ആ UN അത് U കൊടുക്കുക, 0യുടെ നില്ലിൻ്റെ ഫസ്റ്റ് ലെറ്റർ N കൊടുക്കുക, ബൈയുടെ B കൊടുക്കുക. അപ്പോൾ UNB ആണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു അറ്റോമിക് നമ്പർ 102 വരുന്നത്. അടുത്ത് 109 ആണ്. അത് നമുക്ക് ഓരോന്ന് എടുക്കാം. 103, 104, 106 അങ്ങനെ കൊടുക്കാം. അപ്പോൾ 109 ആണെങ്കിലോ നിൽ NM, 9 എന്ന് പറയുന്നത് N ആണ്, ENN, അതിൻ്റെ കൂടെ ഒരു IM കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിൾ കൊടുക്കുമ്പോൾ UNE. അതുപോലെ 111 ആണെങ്കിൽ IUM. അപ്പം ക്യാപിറ്റൽ U ആണ് ഫസ്റ്റ് എഴുതേണ്ടത്, ബാക്കി സ്മോൾ u വരും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 100നേക്കാളും കൂടുതലുള്ള എലമെൻറ്റ്സിൻ്റെ IUPAC നെയിം എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന പോർഷൻസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു ചാപ്റ്ററുമായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ സൈഷ്മാസ് എഡ്യൂസോണിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.